ഡിയർ ഫ്രണ്ട്സ്, അപ്പം കേരളത്തിലെ നാടൻ കലാരൂപങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. പടയണിക്ക് പ്രസിദ്ധമായ പത്തനംതിട്ടയിലെ ഗ്രാമമാണ് കടമ്മനിട്ട. പോർച്ചുഗീസുകാരുടെ സംഭാവനയെ കരുതുന്ന കേരളീയ കലാരൂപമാണ് ചവിട്ടുനാടകം. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നത് യക്ഷഗാനമാണ്. വടക്കൻ പാട്ടിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കടത്തനാട്. പടയണിയുടെ ചടുലത കവിതയിൽ സന്നിവേശിപ്പിച്ച കവി എന്ന് പറയുന്നത് കടമ്മനിട്ട രാമകൃഷ്ണനാണ്. പരമ്പരാഗതമായി തലമുറകൾ കൈമാറി വന്ന വസ്തുക്കളെയാണ് ഫോക്ലോർ ഉൾക്കൊള്ളുന്നത് എന്ന അഭിപ്രായം ആർച്ച് ഡെലിവറുടേതാണ്. തത്വചിന്തകനായ തെയ്യം അല്ലെങ്കിൽ ശിവൻ്റെ പുലയ അവതാരം എന്ന് പറയുന്നത് പൊട്ടൻ തെയ്യത്തെയാണ്. തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുന്ന രംഗവേദി അറിയപ്പെടുന്നത് കൂത്തുമാടം എന്നാണ്. കമ്മാളന്മാരുടെ കല എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഐവർ നാടകം. ഗന്ധിക പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിച്ച മുൻ ഫോക്ലോർ അക്കാദമി ചെയർമാനാണ് PK കാളൻ. കേരള ഫോക്ലോർ ഗ്രന്ഥത്തിൻ്റെ എഡിറ്റർ രാഘവൻ പയ്യനാട്. ഇന്ത്യയിൽ നാടൻ പാട്ടുകളെ ആദ്യമായി സമാഹരിച്ച പാശ്ചാത്യ പണ്ഡിതനാണ് ചാൾസ് ഇ ഗോവർ. കേരളത്തിലെ നാടോടി നാടകങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് ഡോക്ടർ SK നായർ. അടിത്തളിപ്പാട്ട് അനുഷ്ഠാനിക്കുന്ന ജാതി സമുദായം പുലയർ. പുലി മറഞ്ഞ തൊണ്ടച്ചൻ ഏത് ജനവിഭാഗത്തിൻ്റെ വീരനായകനാണ്? പുലയ സമുദായം. കേരള ഫോക്ലോർ അക്കാദമി 1995 സ്ഥാപിതമായത്.